ഇതിൻ്റെ ഒരു സൈക്കോളജിക്കൽ ബേസിസ് എന്ന് പറയുന്നത് ശരിക്കും ആദ്യം തട്ടിക്കൊണ്ടു പോകുന്നവരുടെ ഒരു ചിന്ത ഇങ്ങനെ തങ്ങളെ കൊണ്ടുപോയിട്ടുള്ളവർ, കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ആള് കൊല്ലും അല്ലെങ്കിൽ ഉപദ്രവിക്കും എന്നുള്ളതാണ്. കുറച്ചു നേരം അവർക്ക് ആ ത്രെറ്റ് ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിലീഫാണ് ശരിക്കും ഈ ഇമോഷനായിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഹൊറിഫിക് എൻവയൺമെൻറ്റിൽ, ഇപ്പോൾ അവരുടെ കാര്യം പറയുകയാണെങ്കിൽ 6 ദിവസം അവർ വളരെ ഒരു അസ്വസ്ഥമായ എൻവയൺമെൻറ്റിൽ താമസിക്കുന്ന സമയത്ത് ഒരു ചെറിയ ആക്ട് ഓഫ് കൈൻഡ്നെസ് പോലും ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവരെ തട്ടിക്കൊണ്ട് പോയവരായിരിക്കും ചിലപ്പോൾ ഇവരോടുള്ള കരുണ കാണിക്കുന്നത്. ഒരുപാട് വിശക്കുമ്പോൾ ഒരിത്തിരി ഫുഡ് കൊടുത്താൽ പോലും അവർക്ക് അത് ഭയങ്കരമായിട്ടുള്ള ഇമോഷണൽ ബോണ്ട് അവരോട് തോന്നിക്കുന്ന തരത്തിലേക്ക് എത്തും. ഇത് ആക്ച്വലി ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് കൂടെയാണ്. തങ്ങളുടെ കിഡ്നാപ്പർ ഹാപ്പി ആയിട്ടിരുന്നാൽ മാത്രമേ തങ്ങളെ അസോൾട്ട് ചെയ്യാനുള്ള സാധ്യത കുറയൂ എന്നും ഇവർക്ക് സബ് കോൺഷ്യസ്ലി അറിയാമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് എക്സ്റ്റേണലി ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ കൂടാതെ ഇവരുടെ കൂടെ കൂടുന്ന ഒരു മെൻറ്റാലിറ്റി ശരിക്കും ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസമാണ്.